രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. പ്രിയരെ, തേജസ്വി തപസ്വിയും ആയതായ വിശ്വാമിത്രൻ രാമനെ കാട്ടിലേക്ക് രാക്ഷസവധത്തിനായിട്ട് ചോദിച്ച സമയത്ത് ദശരഥൻ തൽക്കാലം ഒന്ന് എതിർത്തു, മടിച്ചു, കൊടുക്കില്ല എന്ന് നിഷേധിച്ചതിൽ അതീവ കുപിതനായി ആ മഹർഷി പറഞ്ഞു, ഇതി നരപതി ജൽപ്പനാത് ദ്വിജേന്ദ്രം കുശികസുതം സുമഹാൻ വിവേശമന്യു. ദേഷ്യത്തെ അവലംബിച്ചു. സുഹൃത ഇവ മകേഗ്നിരാജ്യസിക്ത സമഭവൻ ഉജ്ജ്വലിതോ മഹർഷിവന്നി. കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചാൽ എപ്രകാരം അത് കത്തുമോ അങ്ങനെ ആളിക്കത്തിയതായ കോപാഗ്നിയോട് കൂടിയിട്ട് അരുളി ചെയ്തു എന്ന് പറയണം. ഏ രാജാവേ, പൂർവമേവ പ്രതിശ്രുത്യ പ്രതിജ്ഞാം ഗാതുമിച്ഛസി രാഘവാണാമയുക്തോയം കുലസ്യാസ്യ വിപര്യയാ. രഘുകുലത്തിന് ചേർന്നതല്ല അങ്ങയുടെ ഈ പ്രവൃത്തി. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് വാക്ക് തന്നിട്ട് ഇപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് വാക്ക് മാറില്ലേ ചെയ്തത്? രാഘവന്മാർക്ക് ചേർന്നതല്ല. രാഘവൻ എന്ന് പറഞ്ഞാൽ രഘുകുലത്തിലുള്ളവർക്കൊക്കെ പറയണ പേരാ രാഘവന്മാർ. രാമൻ എന്നല്ലേ പിന്നെ രാഘവന്മാരെ എന്ന് പറഞ്ഞത് വെച്ചാൽ രഘുകുലത്തിലുള്ളവർ എന്നതിന് രാഘവന്മാർ എന്ന് പറയും. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പോവുകയാണ്, അങ്ങക്ക് തരാൻ ഇഷ്ടമില്ല രാമനെ എന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയാണ്. അങ്ങ് എന്ത് ചെയ്യുക? മിഥ്യാപ്രതിജ്ഞ കാകുസ്ത, വെറുതെ പ്രതിജ്ഞ ചെയ്തിട്ട് ഏ കാകുസ്ത സുഖീഭവ സുഹൃത്മൃത, അങ്ങ് പുത്രന്മാരോടുകൂടി സുഖമായിട്ടിരിക്കൂ, ഞാൻ പോവുകയാണ്. സുഖമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു വെച്ചാലും അതൊരു ശാപമാണ് അല്ലേ? ചില അനുഗ്രഹവാക്കുകൾ അങ്ങനെ മഹർഷിമാർ പറയുള്ളൂ. സുഖമായിട്ടിരിക്കും നിങ്ങൾ. ഒരു മൂളലും ഉണ്ടായ അതിൻ്റെ അർത്ഥം എന്താണ്? സുഖം അധികം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്നാണ്. ശാപവാക്ക് പോലെയാണ്, ശപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രകാരം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഭൂമി കുലുങ്ങി എന്നാണ് നമ്മൾ പറയുന്നല്ലാതെ. വിശ്വാമിത്രനാണ് ആരാണ്? അനവധി വർഷങ്ങളോളം ഘോര തപസ് ചെയ്ത തപസ്വിയാണ് പറയണത്. ഭൂമി കുലുങ്ങി. ചചാല വസുധാ കൃഷ്ണ ദേവാനാം ച ഭയം. മകൻ ദേവന്മാർ ഞെട്ടി വിറച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഭയന്ന് ദേവന്മാരടക്കം പേടിച്ചു എന്ന് പറയുകയാണ്. ഇക്ഷ്വാഗൂണാങ്കുലേ ജാത സാക്ഷാത് ധർമ്മൈവാപുര. സമയത്ത് വസിഷ്ഠൻ അവിടുന്ന് ഇടപെട്ടു എന്ന് പറയുകയാണ്. പുരോഹിതനാണ്. നിർണായക ഘട്ടങ്ങളിലൊക്കെ ദശരഥന് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുക്കുന്ന ആളാണ്. ദശരഥ മഹാരാജാവേ, അങ്ങ് ധർമ്മമാണ് ഇപ്പോൾ അനുഷ്ഠിക്കേണ്ടത്. എന്തു തന്നെയായാലും രാമനെ വിശ്വാമിത്രന് കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു കാരണവശാലും അതിന് മടിക്കേണ്ടതില്ല. യാതൊരു തെറ്റും അതിൽ ഇല്ല. ഈ രാമൻ്റെ യഥാർത്ഥ പ്രഭാവം ശരിക്കു പറയാച്ചാൽ ആരും അറിയുന്നില്ല. അങ്ങ് ധർമ്മവാനാണ്, വീരനാണ്, ബുദ്ധിമാനാണ്. ഇതൊക്കെ ആയ സ്ഥിതിക്ക് കൗശികന് തീർച്ചയായിട്ടും രാമനെ കൊടുക്കണം. ആ മാരീച സുബാഹു ആയിട്ടുള്ള രാക്ഷസന്മാരെന്നല്ല അനവധി രാക്ഷസന്മാരെ വധിക്കാൻ രാമന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. വിശ്വാമിത്രൻ അതിനു വേണ്ടതായിട്ടുള്ള മന്ത്രദീക്ഷകളും മറ്റു കാര്യങ്ങളും പരിരക്ഷകളുമെല്ലാം രാമന് നൽകും. ഒരു രാക്ഷസനും രാമൻ്റെ അടുത്തേക്ക് വരാൻ കൂടി പറ്റില്ല. എന്നിട്ട് വേണ്ട ഉപദ്രവിക്കാൻ. അടുത്തേക്ക് വരാൻ പോലും പറ്റില്ല. പണ്ട് ഈ ദക്ഷ പ്രജാപതികളുടെ 2 മക്കളുണ്ടായിരുന്നു, ജയ, സുപ്രഭ. ഈ ജയയ്ക്കും സുപ്രഭയ്ക്കും 500 വീതം അസ്ത്രങ്ങൾ കൊടുക്കുകയുണ്ടായി. തപസ് ചെയ്തിട്ട് അവർക്ക് ലഭിച്ചതാണ്. ആ 500 എന്ന് പറഞ്ഞാൽ 1000 ആയില്ലേ? 2,500 കൂടിയാൽ അത്രയും അസ്ത്രങ്ങളെക്കുറിച്ച് ഈ വിശ്വാമിത്രന് അറിയാം. കുശികവംശത്തിലാണ്. ജയയ്ക്കും സുപ്രഭയ്ക്കും കൊടുത്തതായിട്ടുള്ള 1000 അസ്ത്രങ്ങൾ, അതിനെക്കുറിച്ച് ഈ കൗശികൻ അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് അതിനെ നല്ലപോലെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട്
ഈ വിശ്വാമിത്രന് കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതുമായ സംഗതികൾ അറിയാം. ത്രികാലജ്ഞാനി എന്ന് പറയാം. അത്ര കേമനാണ്, തേജസ്വിയാണ്, യശസ്വിയാണ്. അതുകൊണ്ട് അങ്ങ് രാമനെ അയക്കണം. അങ്ങയുടെ പുത്രനായ രാമൻ അതുകൊണ്ട് വലിയ നേട്ടം, പ്രശസ്തി ഇതൊക്കെ ഉണ്ടാവും. ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവില്ല. സർവദാ അങ്ങേക്കും അങ്ങയുടെ പുത്രനും അഭ്യുദയകരമായിട്ടുള്ള ഈ കാര്യം ചെയ്യാതിരുന്നാലോ മഹർഷിയുടെ കോപാഗ്നിയിലും മനസ്താപത്തിലും അങ്ങയുടെ വംശത്തിന് തന്നെ ഒരു ദോഷമാണ്. ഇതാണ് വസിഷ്ഠൻ പറഞ്ഞത്. ആ രാമൻ്റെ യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന പ്രഭാവം അങ്ങേക്കും കൂടി അറിയില്ല, എനിക്കും അറിയില്ല എന്ന് പറയാം വസിഷ്ഠൻ. പിന്നെ ആർക്കാ അറിയുക? അത് കണ്ടു തന്നെ അറിയണം. ആ മാതിരി പ്രഭാവമുള്ളൊരു പുത്രനെയാണ് അങ്ങക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങയുടെ സൽകീർത്തിക്കാണ് വിശ്വാമിത്രൻ അങ്ങനെ ഒരാളോട് ചോദിക്കുന്ന ആളല്ല, അങ്ങയെ വിശ്വസിച്ച് ചോദിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങേക്ക് മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അങ്ങ് കൊടുക്കണം. കേട്ട സമയത്ത് ദശരഥനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലമല്ല. വേണ്ട ആൾ പറഞ്ഞാൽ അനുസരിക്കും, അനുസരിക്കേണ്ട ആളാണ് പറഞ്ഞാൽ അനുസരിക്കും. അത് ഏത് രാജാവായാലും അതെ. പിന്നെ തൻ്റെ അവിടെയുള്ള ഈഗോ അല്ലെങ്കിൽ ആ സ്വന്തം ഇഷ്ടമല്ല നോക്കുക. കാര്യം കേട്ടാൽ ആരും അനുസരിക്കണ കാലമാണെന്ന്. ത്രേതായുഗയിലേ ആയിട്ടുള്ളൂ, കലിയുഗ ആയിട്ടില്ലല്ലോ. എന്നാൽ കൊണ്ടുപോയാലും എന്ന് ദശരഥൻ വിശ്വാമിത്രനോട് തെറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റായെങ്കിൽ ക്ഷമിക്കണം, നമസ്കരിച്ചു. എൻ്റെ രാമനെ അങ്ങ് കൊണ്ടുപോയാലും രാമനും എനിക്കും മംഗളകരമാണ് എന്നുള്ള കാര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് കൊണ്ടുപോകാം. ഒരു നിമിഷത്തെ പുത്രവാത്സല്യം എന്ന ബലഹീനതയാൽ ഞാൻ പറഞ്ഞ തെറ്റ് ക്ഷമിക്കണം. ചോട്ടെ, വിശ്വാമിത്രൻ ക്ഷമിച്ചു. ഈ ശുണ്ഠിക്കാരൊക്കെ ശുദ്ധന്മാരാവും, തൽക്കാലം ഒരു ചാട്ടുണ്ടാവുന്നേ ഉള്ളൂ. ശരഥൻ സഹിച്ച സന്തോഷമാവും ചെയ്ത്. എത്ര വേഗം സന്തോഷമായി അറിയോ? അവർക്ക് ഉള്ളിലൊന്നും വെക്കില്ല ആരുടെ നേർക്കേ. വേഗം മന്ത്രതന്ത്രങ്ങളെ കൊണ്ടൊക്കെ രാമനെ സംരക്ഷിച്ചു. കാട്ടിലേക്കാണ് പോണത്. അപകടങ്ങളോ മൃഗങ്ങളോ രാക്ഷസന്മാരോ ഉപദ്രവിക്കാത്ത വിധം കവചം കൊണ്ട് വിശ്വാമിത്രൻ അതൊക്കെ വശണ്ടേ. മന്ത്രം ചൊല്ലിയിട്ട് നല്ലൊരു ബുള്ളറ്റ് പ്രൂഫ് പോലത്തെ കവചം അപ്പം തന്നെ മന്ത്രം കൊണ്ട് ആ രാമൻ്റെ ചുറ്റും നടത്തി. അങ്ങനെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി രാമൻ ചാപബാണിയുടെ തൂണീരങ്ങളൊക്കെ കയ്യിലങ്ങനെ എടുത്ത്, ഇത് കൗതുകമായിരിക്കും ആലോചിച്ച് നോക്കില്ല. ഇതൊക്കെ മുമ്പിൽ ഇങ്ങനെ കാണുന്ന പോലെ വിഭാവനം ചെയ്താലേ അതിൻ്റെ രസം അറിയുള്ളൂ. വാൽമീകി രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത അതാണേ അല്ലേ. ചെറിയ കുട്ടി, അത്ര പ്രായമൊന്നായിട്ടൊരു 10-16 വയസ്സ്, ആവനാഴിയൊക്കെ പിന്നിലെടുത്ത് അത്യാവശ്യം മരവുരി എന്താ വെച്ചാൽ അതൊക്കെ എടുത്ത് ആ കേമായിട്ട് വനവാസത്തിന് പോകാണ്ടൊരു ട്രെയിനിങ് ആണോ എന്ന് തോന്നും. ഇനിയിപ്പോൾ പോകേണ്ടത് വനവാസത്തിനാണ്. അതേപോലെ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് സുഖമായിട്ടുള്ള കാറ്റിങ്ങനെ വീശി എന്ന് പറയാം. പ്രകൃതി പ്രതികരിക്കുകയും നല്ല കാര്യങ്ങളുണ്ടായാൽ അല്ലേ. ഇപ്പം നല്ലൊരു വിവാഹം കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്യും. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതയാണ്. മുഹൂർത്തം അധികം പെയ്യൂല. ഒരു പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞാൽ മഴ പെയ്യുക വളരെ നമ്മൾ മുന്നിൽ കണ്ട കാര്യം അതൊക്കെ. അപ്പം അതെന്താണ്? ഒരു മംഗളകാര്യം ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നടക്കുകയാണ്. ഏതായാലും വേണ്ടില്ല. ഉടനെ നടക്കുന്നതോ നടന്നു കഴിഞ്ഞതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ കാര്യം വരുമ്പോൾ ചെറുമഴ പെയ്യുന്നത് നമ്മൾ അനുഭവത്തിൽ എത്രയോ കണ്ട കാര്യമാണത്. ഇവിടെ മന്ദമാരുതൻ വീശി കാറ്റ് സന്തോഷിച്ചിട്ട് എന്താ, അനവധി രാക്ഷസന്മാരെ വധിക്കാൻ വലിയൊരു പുറപ്പാടാണ് ഇവിടെ ഭഗവാൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നത്. ഉടനെ തന്നെ ആ ലക്ഷ്മണൻ പിന്നാലെ അനുഗമിക്കുകയും ചെയ്തു. പോണ പോക്കെ എങ്ങനെയാ? 10 ദിക്കിനെ ഇങ്ങനെ പ്രകാശിപ്പിച്ചിരിക്കണു എന്നാണ്. 10 ദിക്കോ? അതേതാ? സാധാരണ 4 ദിക്ക്, കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക്, പിന്നെ 8 ദിക്കുണ്ട് ഇല്ലേ. 8 ദിക്ക് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇടയിലുള്ളത്, മൂലയിലുള്ള ദിക്കും കൂട്ടിയ 8ആയി. പിന്നെ 2 ഉള്ളത് മുകളിലും താഴെയും, അതും കൂടിയാണ് ചേർത്തു. 10 ദിക്കായിക്കോട്ടെ, റൗണ്ട് ആയിക്കോട്ടെയും ചേർച്ചിട്ടാവാം. 8 ദിക്കിനെയും പ്രകാശിപ്പിച്ച് അശ്വിനി ദേവതകളെ പോലെ അവർ വലിയ തേജസ്വികൾ. അവിടെ ആരാ? 2 ആൾ, ലക്ഷ്മണനും രാമകുമാരനും 2 ആളും കൂടിയാണ് പോയപ്പോൾ അശ്വിനി ദേവതകളെ പോലെ 10 ദിക്ക് പ്രകാശിച്ചു. ഭാഗവതത്തിൽ രാമായണം പറഞ്ഞിട്ട് ദിഗേന്ദ്ര പട്ടം എന്ന് പറയും. 8 ദിക്കുകളാകുന്ന ആനകൾ അതിൻ്റെ നെറ്റിപ്പട്ടം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എത്ര ഭംഗിയുണ്ടാവും. അതുപോലെ ഭഗവാന്റെ യശസ് 8 ദിക്കിലും വ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ഇവിടെ അതേപോലെ ഈ 10 ദിക്കിനെ പ്രകാശിപ്പിച്ചു. 2 കൂടി അധികമായിക്കോട്ടെ, മുകളിലും താഴെയും.
എന്നിട്ടോ അശ്വിനി ദേവകളെ പോലെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ദിക്കുകളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്താ വർണ്ണനയൊക്കെ അറിയോ? രാമകുമാരനും ലക്ഷ്മണകുമാരനും കാട്ടിലേക്ക് അങ്ങനെ വിശ്വാമിത്രനോട് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ്. വാള്, വില്ല്, ഉടുമ്പിൻ്റെ തോല് ഒക്കെ, കാട്ടിലേക്ക് അനുസരിച്ചിട്ടുള്ള വേഷമൊക്കെ പണ്ട് ഉടുമ്പിൻ്റെ തോലൊക്കെ ആയിട്ട് അങ്ങനെ ഉടുത്ത് മനോഹരമായിട്ടുള്ള സ്വരൂപത്തിൽ. പണ്ട് സുബ്രഹ്മണ്യന് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അതേപോലെ സ്കന്ദനും വിശാഖനും. നമ്മൾ സ്കന്ദൻ എന്ന് സുബ്രഹ്മണ്യൻ്റെ പര്യായമായിട്ടാണ് പറയുക. അങ്ങനെയില്ല. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ ഒരു സഹോദരനാണ്. പണ്ട് ശിവൻ ഒരു അഗ്നി ജ്വലിപ്പിച്ച് ഹോമം നടത്തിയപ്പോൾ അതിനുണ്ടായ ആളാത്ര സ്കന്ദനും വിശാഖനും. സുബ്രഹ്മണ്യൻ്റെ സഹോദരന്മാരെന്ന് പറയാം. അഗ്നി എന്നാണ് ഉണ്ടായത്, പാർവതിക്ക് പ്രസവിച്ചുണ്ടായതല്ല. അതായത് സുബ്രഹ്മണ്യൻ്റെ സഹോദരനാണ് സ്കന്ദൻ. ആ പേര് നമ്മൾ സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്നു, തെറ്റൊന്നുമില്ല. പക്ഷേ സഹോദരനാണ് സ്കന്ദൻ, വിശാഖൻ. ഉപമ 2 അതേപോലെയൊക്കെ സരയൂ നദിയുടെ ആ തീരത്തേക്ക് രാമലക്ഷ്മണനും വിശ്വാമിത്രനും കൂടി എങ്ങനെ പോവുകയാണ്. പണ്ട് വാൽമീകി രാമായണം സീരിയലുണ്ടായിരുന്നു അല്ലേ, രാമാനുജസാഗറുടെ. അതിലിങ്ങനെ കണ്ടിട്ടുള്ള ഇത് കണ്ടാൽ നമുക്കിങ്ങനെ ഓർത്താൽ അറിയാം. കാടും മനോഹരമായിട്ടുള്ള ആ സ്ഥലങ്ങളും മരങ്ങളും, അതുപോലെ ഗംഗാനദി, തമസാ നദി ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് നേരിൽ ഇങ്ങനെ കണ്ട പ്രതീതിയാണ് ഉണ്ടാവുക. അതേപോലെ 3 ആൾ, ഒന്ന് വിശ്വാമിത്രൻ, രാമലക്ഷ്മണന്മാർ കാട്ടിലേക്ക് ഇങ്ങനെ കടന്നതായിട്ട സമയത്ത് ആ വിശ്വാമിത്രൻ ആദ്യം എന്ത് ചെയ്തു? അവിടെ ഹോട്ടലൊന്നുമില്ല, വെജിറ്റേറിയൻ ഹോട്ടലൊന്നുമില്ല. അപ്പോൾ വിശപ്പും ദാഹം ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ മന്ത്രതന്ത്രാദികളെ കൊണ്ട് പണ്ട് വിദ്യയുണ്ട്. എന്തൊക്കെ വിദ്യ നമ്മുടെ യോഗശാസ്ത്രത്തിൽ അറിയോ? ബല, അതിബല എന്നീ 2 മന്ത്രം. ഇത് ജപിച്ചാൽ വിശപ്പും ദാഹവും നമുക്ക് ഉണ്ടാവുകയില്ല, തോന്നുകയില്ല എന്നാണ്. മനസ്സിലായാൽ നന്നായിരുന്നു. ഏതെങ്കിലും വഴിക്കൊക്കെ പോയാൽ വണ്ടി എവിടെയെങ്കിലും പിടിച്ചിട്ടാൽ വെള്ളവും കിട്ടില്ല, ഭക്ഷണവും കിട്ടില്ല അല്ലേ. അപ്പം ഇത് കുറച്ച് പഠിച്ചു വെച്ചാൽ, ലേശം ജപിച്ചു വെച്ചാൽ അങ്ങനെയൊന്നും മനസ്സിലാക്കാനും പറ്റില്ല, അഭ്യസിച്ച് പഠിച്ച് വശാക്കാനും പറ്റില്ല. ഇതാരൊക്കെ പറഞ്ഞു കൊടുത്തത്? രാമലക്ഷ്മണന്മാരാണോ? ചില്ലറക്കാരാണോ? പറഞ്ഞു കൊടുത്ത ആളാരാ? വിശ്വാമിത്രൻ. ഒന്നും ചില്ലറയില്ലേ. അപ്പം അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ടാണ് കുറച്ച് വെള്ളം, തീർത്ഥ ജലം ആദ്യം കമണ്ടലൂരിൽ നിന്ന് കൊടുത്തു. രാമ, ഇത് കഴിച്ചോളൂ. ലക്ഷ്മണ, ഇത് കഴിക്കൂ. കുട്ടികളല്ലേ നിങ്ങൾ, ദാഹവും വിശപ്പവും സഹിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ്, കുട്ടികളാണ് നിങ്ങൾ. അപ്പം അതൊക്കെ കാട്ടിൽ ബാധിക്കാതിരിക്കാനായിക്കൊണ്ട് ബലയും പുനരതിബലയും, ബല അതിബല എന്നീ 2 മന്ത്രങ്ങൾ ഞാൻ ഉപദേശിച്ചു തരാം. അത് വേണ്ട പോലെ പഠിച്ച് അഭ്യസിച്ചാൽ നിങ്ങൾ അജയ്യന്മാരാവും എന്ന് പറയണം. നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല, നിങ്ങളെ ആക്രമിക്കാൻ ആർക്കും സാധിക്കില്ല. മാത്രമല്ല എല്ലാ നിലയ്ക്കും നിങ്ങൾ സർവജ്ഞന്മാരും, എല്ലാ ജ്ഞാനത്തിൻ്റെയും മാതാവാണ് ഈ 2 മന്ത്രങ്ങൾ. ഇത് പഠിച്ചാൽ ബാക്കി അറിവൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതാണ് പഠിച്ചാൽ ബാക്കി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിക്കോളും എന്ന് പറയുകയാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് വേണ്ട പോലെ പ്രകാശിക്കും, കൂടുതൽ കൂടുതൽ അത് വികസിക്കും. ഇപ്പം ഈ ബലം മാത്രമല്ല കണ്ടതല്ല ഉണ്ടാവുക, ഇതിനേക്കാൾ അധികം ബലം നിങ്ങൾക്ക് ഉണ്ടാവും. വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല. അതേപോലെ ബ്രഹ്മപുത്രിമാരാണ് ഈ ബലയും അതിബലയും. ബ്രഹ്മാവിൻ്റെ പുത്രി സ്ഥാനത്ത് ബ്രഹ്മാവില സൃഷ്ടമായ മന്ത്രമാണ് ബല അതിബല. രാമ, നീ സർവ്വഥാ ഇതിന് അർഹനാണ്. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ലക്ഷ്മണനും അർഹതയില്ലാത്തവർക്ക് ഒരു മന്ത്രവും പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുത്തവർക്കും കൂടി ദോഷമാണ്. അപ്പം അതുകൊണ്ട് രാമകുമാര, ലക്ഷ്മണകുമാര, നിങ്ങൾ ഈ മന്ത്രം പഠിക്കുന്നതിന് സർവ്വഥാ അർഹരാകുന്നു. ഞാൻ നിങ്ങൾക്കത് പഠിപ്പിച്ചു തന്നു. ഇനി വേണ്ട പോലെ ഉപാസിച്ച് അതിനെ സ്വാധീനമാക്കിയാലും. വളരെയേറെ തപസ്സുകൊണ്ട് ഞാൻ നേടിയതാണ്. ജലം ആചമിച്ച് രാമലക്ഷ്മണകുമാരന്മാർ ആ ബലയും അതിബലവും അങ്ങനെ സ്വീകരിച്ചു. കാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. പക്ഷികളുടെ കളകൂചനങ്ങൾ മനോഹരമായിട്ടുള്ള മന്ദമാരുതൻ അങ്ങനെ വീശുന്നു. പുഷ്പങ്ങളുണ്ട്, നല്ല ചെടികളുണ്ട്, പുല്ലുകളുണ്ട്. അതൊക്കെ നിറഞ്ഞ നല്ല നദികളും അരുവികളും നിറഞ്ഞ മനോഹരമായ കാട്ടിലേക്ക് രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം രാത്രിയായി എന്ന് പറയുകയാണ്. രാത്രി ഇങ്ങനെ ആയതോട് കൂടിയിട്ട് 3 ആളും സരയൂ തീരത്തിൽ താമസാക്കി. ഏതായാലും വെളിച്ചമായിട്ടാവാം യാത്ര. രാത്രി യാത്ര അത്ര ശുഭകരമല്ല എന്നും പറഞ്ഞ് 3 കൂട്ടരും പുല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മെത്തയിൽ കിടന്നു എന്നാണ്. രാജകുമാരനാണ്, ആലോചിച്ച് നോക്കൂ. പക്ഷേ ഭഗവാനല്ലേ, അതിനൊന്നും വിഷമമില്ല. പുല്ലേങ്ക് പുല്ല്, വേറൊന്നെങ്കിൽ വേറൊന്ന്, എവിടെയും കിടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. മനോഹരമായിട്ട് വിശ്വാമിത്രനാൽ ചമയ്ക്കപ്പെട്ടതായിട്ടുള്ള ആ പുല്ലിൽ
അല്ലേ, ഭാവിയിലത്തെ വനവാസത്തിനുള്ള ഒരു ട്രെയിനിങ് പരിശീലനം എന്ന നിലയ്ക്ക് മൂവരും കടന്നു ഉറക്കത്തിലായി എന്നാണ്. പ്രഭാതമായപ്പോഴാണ് അവർ വിളിച്ച് പ്രഭാതകർമ്മമൊക്കെ ചെയ്യാറായി രാമാന്ന് സുപ്രജാരാമ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ പ്രഭാതമായി കഴിഞ്ഞാൽ വിളിക്കുന്നത്. ഇതി നരപതി ജൽപ്പനാദ്വിജേന്ദ്രം കുശികസുതം സുതമഹാൻ വിവേശമന്യു. വേഗം അതാണ് അതിൻ്റെ അടുത്ത് ഇവിടെ കിടത്തി എന്ന് പറയുകയാണ്. ഇതി മുനിവചനാൽ പ്രസന്ന ചിത്തോ രഘുവൃഷഭച്ച മുമോദ പാർത്ഥിവഗ്രാം ഗമനം അഭിരുരോച രാഘവസ്യ പ്രതിദശയാ കുശികാത്മജയാ ബുദ്ധ്യ. അങ്ങനെ ആ സന്തോഷത്തോട് കൂടിയിട്ട് കാട്ടിലേക്ക് അങ്ങനെ പോയതായിട്ട് സമയത്ത് ഇവിടെ പറയാണ്, ദശരഥ നൃപസൂനു സത്തമാഭ്യാം തൃണശയനേനുചിതേ തതോഷിതാഭ്യാം കുശികസുതവചോനുലാളിതാഭ്യാം സുഖവിവസ വിഭഭോ വിഭാവരീച്ച. രാത്രി കഴിച്ചുകൂട്ടി. വിഭാവരി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. ദശരഥ നൃപസൂനു, ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന രണ്ട് കൂട്ടരും രാവണൻ ലക്ഷ്മണനും തൃണശയനേനു അനുജിതേ. അനുജിതേ എന്ന് ഇവിടെ പറഞ്ഞത് അവർക്ക് ഉചിതമല്ല. ഇത് രാജകുമാരന്മാർക്ക് ഉചിതമാവുമോ? പുല്ലിൻ്റെ മെത്ത, അവർക്ക് ഗംഭീരമായിട്ടുള്ള പട്ടുമെത്തയിൽ ഇവിടെ അനുചിതേ. സത്യത്തിൽ അവർക്ക് ചേരാത്തതായിരിക്കുന്ന അനുചിതമായ തൃണശയനത്തിൽ പുല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മെത്തയിൽ അവർ കടന്നു. കുശികസുത വചോനുലാളിതാഭ്യാം, വിശ്വാമിത്രൻ്റെ വാക്കുകൾ കൊണ്ട് ലാളിതരായിക്കൊണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് വാത്സല്യത്തോടു കൂടിയിട്ട് ആ കുട്ടികളൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തത് ആ വാക്കുകളാൽ ലാളിതരായിക്കൊണ്ട് സുഖവിവസാഭിഭവോ വിഭാവരീച്ച, ആ രാത്രി സുഖമായിട്ട് കഴിച്ചുകൂട്ടി എന്നും പറഞ്ഞ് കാമാശ്രമത്തിലേക്കാണ് പോവുകയാണ്. താടകയുടെ വരവ്, ആ താടകയുടെ ഉൽപ്പത്തി മുതലായിട്ടുള്ള കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട് അവിടെ. എങ്ങനെയാണ് താടകയുണ്ടായി, അത്തരം കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം.